ഈ ഉറങ്ങണേക്കാളും മുന്നേ ഫോൺ യൂസ് ചെയ്ത് കിടക്കുക, ഓക്കെ, അത് എത്രത്തോളം നമ്മളെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്? ഫൺ ഫാക്ട്, ഡിഡ് യു നോ ഇന്ത്യ ഇസ് ദി സെക്കൻഡ് മോസ്റ്റ് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തില് ജപ്പാൻ കഴിഞ്ഞ അക്കോർഡിംഗ് ടു വേരിയസ് റിസർച്ച് സെക്കൻഡ് ആണ് നമ്മൾ സ്ലീപ്പ് ഡിപ്രിവേഷനിൽ. പക്ഷെ ആൾക്കാർ അതിനെ പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഒപ്റ്റിക് നെർവ് വഴി ഇമ്പാക്ട് നേരെ പീനിയൽ ഗ്ലാൻഡിൽ പോവാണ്. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് പറയണം ഓക്കെ ഡേ ടൈം ആണ്, മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെലറ്റോണിൻ ഇസ് സ്ലീപ്പ് ഹോർമോൺ. അപ്പൊ ആവശ്യത്തിന് മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, സ്ലീപ്പ് വരില്ല, സ്ലീപ്പ് ഇൻഡ്യൂസ്ഡ് ആവില്ല, സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഇംപയർഡ് ആവും. അപ്പോൾ ലാപ്ടോപ്പ്, ടി.വി ഇങ്ങനെ ബ്ലൂ ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കുറെ നേരം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു റീസൺ. രണ്ടാമത് നമ്മളിപ്പോ എസ്പെഷ്യലി റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ വി വിൽ ഹാവ് എൻ അഡ്രിനാലിൻ റഷ് അല്ലേ? എസ്പെഷ്യലി ഈവനിങ് എന്തെങ്കിലും ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഡ്രിനാലിൻ റഷ് ഉണ്ടാവും, ദേഷ്യം വരാം, അതിനെപ്പറ്റി അതിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാം. അപ്പൊ എഗെയിൻ ഒരു കോർട്ടിസോൾ ലെവൽസ് കൂടാം, സ്ട്രെസ് കൂടാം. ഇതൊക്കെ കാരണം എഗെയിൻ സ്ലീപ്പ് കാര്യം ഈ പറഞ്ഞ പോലെ മെലറ്റോണിനും കോർട്ടിസോളും നേരെ ഓപ്പോസിറ്റ് ആണ്. കോർട്ടിസോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താണു, അപ്പോൾ സ്ലീപ്പ് ഇംപയർഡ് ആയി. ഈ ഒരു ആസ്പെക്ട് കൊണ്ട് സ്ലീപ്പ് ഇംപയർഡ് ആണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഉറങ്ങുന്നേക്കാളും മുന്നേ ഒരു അറ്റ്ലീസ്റ്റ് ഓൾറെഡി ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇൻസോംനിയ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയാറ് അറ്റ്ലീസ്റ്റ് ഒരു 1-1.5 മണിക്കൂർ മുന്നേ എങ്കിലും ഈ സാധനം എടുത്ത് മാറ്റി വെക്കുക. So that is the best way to do it.